വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാതാവിന് സമർപ്പണം നടത്തുന്നു, പ്രതിഷ്ഠ നടത്തുന്നു. അപ്പോൾ ഈ സമർപ്പണം പ്രതിഷ്ഠ എല്ലാം നമ്മൾ നടത്തുമ്പോഴും നമുക്ക് എന്നതെങ്കിലും ഒരു ആത്മീയ നേട്ടം എടുത്തു പറയത്തക്ക രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും? മൗനം സമ്മതം എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ രണ്ടർത്ഥത്തിൽ എടുക്കാം, കിട്ടിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇല്ലെന്ന് എടുക്കാം. എന്തോ അഹങ്കാരത്തിന് കുറവ് വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു ചിന്തയാണ്, നമ്മൾ ദൈവമാതാവിനെ ഒരുപാട് നമ്മൾ പുകഴ്ത്തണം. മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ പാടുന്നത് പോലെ തന്നെ മറിയം എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എപ്പോഴും എന്തു ചെയ്യണം? മരിയ സ്തുതികൾ എപ്പോഴും ആലപിക്കണം. വിശുദ്ധ എപ്രാസ്യമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണുന്നൊരു കാര്യമാണ്, ഈ എപ്രാസ്യമ്മ ഒരു പുസ്തകം ഉപയോഗിച്ചിരുന്നു. ഏത് പുസ്തകം ആണെന്ന് ചോദിച്ചാൽ മരിയാഞ്ജലി എന്ന് പറഞ്ഞൊരു പുസ്തകം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ദൈവാനുഗ്രഹിച്ച് അതൊക്കെ വലിയ വലിയ ഗുണങ്ങളാണ്. ഇങ്ങനെയുള്ള സവിശേഷമായ കാര്യങ്ങളൊന്നും അറിയാതിരിക്കുക, കാണാതിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം മരിയാഞ്ജലി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം മുഴുവൻ മാതാവിനോടുള്ള പ്രാർത്ഥനകളാണ്. ഒരു വർഷം മുഴുവൻ ഏകദേശം പരിശുദ്ധ അമ്മയോട് എപ്രാസ്യമ്മ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളാണ് അതിനകത്ത് മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, പഴയ മലയാളം ആണെങ്കിൽ തന്നെയും നമ്മളതൊന്ന് പ്രാർത്ഥിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ എടുത്താലും എത്തിക്കാൻ സാധിക്കുകയില്ല. തിശ്വരയുടെ ഭാഷയെ പറഞ്ഞ് എത്തിക്കുക, കൊന്ത എത്തിക്കുക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പരിശുദ്ധ അമ്മയുടെ നമുക്ക് ഒരു ആഴമേറിയ ഒരു സ്നേഹമുണ്ടെങ്കിൽ, ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ നമുക്ക് ആ അമ്മയോടുള്ള സ്തുതികൾ ആലപിക്കുവാനും കീർത്തനങ്ങൾ ആലപിക്കുവാനും നമുക്ക് എപ്പോഴും എന്താണ്? ഉത്സാഹയായിരിക്കും, അല്ലെങ്കിൽ ഉത്സാഹകനായിരിക്കും. അതിന് ഒരു സമയപരിമിതിയോ കാലത്തിൻ്റെ പരിമിതിയോ അല്ലെങ്കിൽ മറ്റ് ദൈർഘ്യത്തിൻ്റെ പരിമിതികളോ ഒന്നുമില്ല. ഇപ്പം പരിശുദ്ധ അമ്മയോട് ഒരു ആഴമേറിയ ഒരു ബന്ധം, ആ ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. രണ്ടാമതായിട്ട് അച്ഛൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും എന്ത് നടത്താറുണ്ട്? വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മളെല്ലാവരും നടത്താറുണ്ട്. വിമല ഹൃദയ പ്രതിഷ്ഠ, മറിയത്തോടുള്ള സമർപ്പണം അല്ലേ? ലൂയി മോൺഫോർട്ട് പറയുന്ന മറിയത്തോടുള്ള സമർപ്പണം, മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള സമർപ്പണം അല്ലെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നതും പ്രയോജനപ്പെടുത്തുന്നതുമല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കടന്നു വന്ന, ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ചിന്തയാണ്, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേർ ഉണ്ടായിരുന്നൊരു ചിന്ത തന്നെയാണ്, നമ്മൾ ശരിക്കും മാതാവിൻ്റെ അമലോത്ഭവത്തിന് പ്രതിഷ്ഠിക്കണം. നാളെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയം വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പരിശുദ്ധാമാവ് ഒരു ചിന്ത വരികയുണ്ടായി, മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ഒരുക്കമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീന ചെയ്തത് എന്താണെന്ന് നോക്കാനായിട്ട്. നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്തതെന്ന്? മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ മുന്നോടിയായിട്ട് വിശുദ്ധ മരിയ ഫൗസ്റ്റീന എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ? മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ഒരുക്കമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീന ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമലോത്ഭവ മാതാവിൻ്റെ സ്തുതിക്കായിട്ട് 1000 നന്മ നിറഞ്ഞ മറിയം ഒരു ദിവസം ചെല്ലുമായിരുന്നു. 1000 നന്മ നിറഞ്ഞ മറിയം ഒരു ദിവസം ചെല്ലുമായിരുന്നു. എന്തിന്? മാതാവിൻ്റെ അമലോത്ഭവത്തെ പുകഴ്ത്താനായിട്ട്. ശരിക്കും നമ്മൾ ഈ 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ 2000 കൊല്ലത്തിൻ്റെ നമ്മളൊരു മരിയഭക്തിക്ക് നമ്മൾ പറയുമ്പോൾ തോമാസ് ലീഹ മാതാവിനോട് ഭക്തി പ്രചരിപ്പിച്ചിരുന്നു. ലൂക്കാസ് സുവിശേഷം വരച്ചിരുന്ന മാതാവിൻ്റെ ചിത്രം നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പള്ളികളിലുണ്ട്.
അതുപോലെ തന്നെ പോർച്ചുഗീസിൽ നിന്നൊക്കെ മാതാവിൻ്റെ സവിശേഷമായ രൂപങ്ങൾ കേരളത്തിലെ പല പള്ളികളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ നിത്യസായ മാതാവിനോടുള്ള വണക്കോ നൊവേനയൊക്കെ കേരളത്തിൽ ഉടനീളം റിഡംഡർസുകാരും അൽഫോൺസ് ലിയോറി പുണ്യാളൻ്റെ ആ സന്യാസഭ പ്രചരിപ്പിച്ചെങ്കിൽ തന്നെയും ശരിക്കും നമ്മൾ മാതാവിൻ്റെ അമലോത്ഭവത്തിനോടുള്ള ഒരു ഭക്തി കാര്യമായ തോതിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളീയ മണ്ണിൽ കേരളീയ വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും കുറവ് തന്നെയാണ്. അപ്പം മാതാവിൻ്റെ ഈ അമലോത്ഭവത്തിന് നമ്മളെ തന്നെ അമലോത്ഭയായ മാതാവിൻ്റെ ഹൃദയത്തിനുള്ള സമർപ്പണം, അമലോത്ഭയായ മാതാവിൻ്റെ വിമല ഹൃദയത്തിനോടുള്ള പ്രതിഷ്ഠ. അപ്പം മാതാവിൻ്റെ അമലോത്ഭവത്തിന് നമ്മൾ വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ ആ പാറ്റേൺ അതേ പ്രതിഷ്ഠാ ക്രമങ്ങൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താ നമ്മളെ അമ്മ ഏറ്റെടുക്കും. അപ്പോൾ ഏതൊരു പ്രതിഷ്ഠ നടത്തിയാലും ഏറ്റെടുക്കുകയില്ല. അപ്പോൾ പിന്നെ മാതാവിൻ്റെ അമലോത്ഭവത്തിന് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രതിഷ്ഠിക്കുമ്പോഴാണ് സാത്താൻ്റെ തല ശരിക്കും തകരുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, ഈ മാതാവിൻ്റെ വിമലകൃതി പ്രതിഷ്ഠ എല്ലാ ദിവസവും നടത്തുന്നു, എല്ലാ ദിവസവും അത് നവീകരിക്കുന്നു, എല്ലാ കൊല്ലവും ഇതുപോലെ 33 ദിവസമൊക്കെ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് പ്രതിഷ്ഠ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും, ഇങ്ങനെയൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രതിഷ്ഠ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെയെല്ലാം എന്തു പറ്റും? ഈ പറയുന്ന പൈശാചിക പോരാട്ടങ്ങളൊന്നും നിലയ്ക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് ഈ പരിശുദ്ധ അമ്മയോടുള്ള വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണ ഹൃദയത്തിനും പൂർണ്ണാത്മാവിനും പൂർണ്ണ മനസ്സറും കൂടിയാണ് സമർപ്പിക്കുന്നത് നടത്തുന്നതെങ്കിൽ തന്നെയും ഈ പൈശാചിക പോരാട്ടം പലപ്പോഴും ഇത് നടത്തുന്ന കുടുംബങ്ങളുടെ മേലൊക്കെ ഉള്ളത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? പരിഹരിക്കപ്പെടുന്നില്ല, തീരുന്നില്ല. അപ്പം ഇനി എവിടെയാണ് പോകാനുള്ള ഉറവിടം എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യർ പലപ്പോഴും തേടി നടക്കാറുണ്ട്. അപ്പം ഈ മരീൻ ദൈവശാസ്ത്രം അല്ലെങ്കിൽ മരീൻ ആധ്യാത്മികതയുടെ ഒരു ഉൾക്കാമ്പ് എന്താണെന്ന് പറയുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവിൻ്റെ ഈ അമലോത്ഭവത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മാതാവിൻ്റെ അമലോത്ഭവത്ത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ജന്മപാപരഹിതയാണ്. അപ്പം ജന്മപാപരഹിതയായി ജനിച്ചു. ഉറവിടം, അതിൻ്റെ സോഴ്സ്, ദ വെരി സോഴ്സ്, ഉറവിടം. ആ ഉറവിടത്തിൽ പാപത്തിൻ്റെ ഒരു കറയോ ഒരു കളങ്കമോ അതിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ലാത്ത രൂപം കൊണ്ട അല്ലെ സൃഷ്ടിക്കപ്പെട്ട ജന്മമെടുത്ത ആ നിമിഷത്തിലേക്ക് തന്നെയാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. അപ്പം അത്രയും അതൊരു അതിശക്തമായ സമർപ്പണം. അവിടെയാണ് നമ്മൾ നാരീയ ശക്തികളുമായിട്ടുള്ള പോരാട്ടം നമ്മൾ ആരംഭിക്കുന്നതും അത് പരിസമാപ്തി കുറിക്കുന്നതും. നാരീയ ശക്തികളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ മുറിക്കുന്നത്, നമ്മുടെ കുടുംബത്തിന്മേൽ ഭവനത്തിന്മേൽ തലമുറകളുടെ മേലുള്ള ആ നാരീയ ശക്തിയുടെ നരകസർപ്പത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ, ആധിപത്യങ്ങൾ, സ്വാധീനങ്ങൾ തുടങ്ങിയവയെല്ലാം ശരിക്കും അത് മുറിച്ച് വിച്ഛേദിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ അമലോത്ഭവത്തിന് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് പ്രതിഷ്ഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം മാതാവിൻ്റെ ഈ അമലോത്ഭവ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഓർഡിനറി ഡേയ്സ്, ആഗമനക്കാലത്തെ ഒരു തിരുനാൾ, ഇപ്പോൾ ഫ്രാൻസിസ് സേവൻ്റെ തിരുനാൾ കഴിഞ്ഞു, ഇനി അംബ്രോസിൻ്റെ തിരുനാൾ, അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു തിരുനാൾ പോലെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നി. ചുരുക്കം ചില പള്ളികളിൽ മാത്രം മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ കൊണ്ടാടുന്ന ഒരു പാരമ്പര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ
ഈ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല പള്ളികളിലും ഇപ്പം ഈ മാതാവിൻ്റെ അമലോത്സവ തിരുനാൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാതാവിൻ്റെ പേര് കേട്ട പള്ളികളെല്ലാം പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്, ആരംഭമായി വരുന്നുള്ളൂ. ഞാൻ ഇന്നലെയൊക്കെ യാത്ര ചെയ്തപ്പോൾ ശ്രദ്ധിച്ച് പല പള്ളികളിലും മാതാവിൻ്റെ അമലോത്സവ തിരുനാൾ എന്നും പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ ബാനറെല്ലാം കെട്ടിയിരിക്കുന്ന കാണുകയുണ്ടായി. ഒരുപക്ഷെ നമ്മൾ വീണ്ടും ചിന്തിക്കുവാണെങ്കിൽ ഈ 8 നോയമ്പ് മാതാവിൻ്റെ ജനന തിരുനാൾ, ഈ 8 നോയമ്പ് തിരുനാൾ, ജനന തിരുനാൾ പോലും ഒരു കാലഘട്ടങ്ങളിൽ മാതാവിൻ്റെ ആ തിരുനാൾ ഉള്ള പള്ളികളിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ക്രമേണ എല്ലാ പള്ളികളിലും എന്ത് ചെയ്തു, വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് 8 നോയമ്പാണ്, മാതാ ജനന തിരുനാളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ 8 ദിവസം നോയമ്പൊക്കെ എടുത്ത് തിരുനാൾ ആഘോഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ 2 തിരുനാളുകൾ സഭ ആഘോഷിക്കേണ്ടതാണ്. എല്ലാ ദേവാലയങ്ങളും പള്ളി, അത് മാതാവിൻ്റെ അമലോത്സവവും സ്വർഗാരോഹണവും. അപ്പം ഈ അമലോത്സവത്തിൻ്റെ പൂർണ്ണതയാണ്, അതിൻ്റെ കൾമിനേഷനാണ് ഏത്, സ്വർഗാരോഹണം. അപ്പം അമലോത്സവത്തെ ഇല്ലാതെ സ്വർഗാരോഹണമില്ല. സ്വർഗാരോഹണം ഉണ്ടാകണമെങ്കിൽ അമലോത്സവത്തെ ഉണ്ടാകണം. അപ്പം ഈ പാപം ചെയ്ത് മനുഷ്യവർഗം സാത്താൻ്റെ പിടിയിൽ, പിശാചിൻ്റെ പിടിയിൽ, ലൂസിഫറിൻ്റെ പിടിയിൽ, അവൻ്റെ ചങ്ങലയിൽ പെട്ടുപോകുമ്പോൾ ആ പാപത്തിൻ്റെ ഒരു സ്വാധീനം തലമുറയായിട്ട് പലപ്പോഴും നമ്മളിലൂടെ കൈമാറ്റം ചെയ്ത് വരുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് മാമോദിസ എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിയുടെ ഉത്ഭവഭാവം മാറ്റപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ചായ്വ്, അതിൻ്റെ ലാഞ്ചന അത് നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പാപത്തിൻ്റെ ചായ്വ് നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ മാക്സിമിലിയൻ കോൾവേ പോലുള്ള വിഷയത്തിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായത് പാപത്തിൻ്റെ ചായ്വ് മാത്രമല്ല, ആ ദുഷ്ടൻ്റെ ഒരു ആധിപത്യം തന്നെ കാണുമായിരിക്കാം. നമ്മൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. മാമോദിസ എന്ന് പറയുന്ന ഒരു പവിത്രമായ കൂദാശയാണെങ്കിലും ആ കൂദാശയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ മഹിമ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെയാണ് നമ്മളതിൽ പോകുന്നതും പങ്കെടുക്കുന്നതും നടത്തുന്നതുമെല്ലാം. എല്ലാം അറിയാവോ മാമോദിസയെക്കുറിച്ച്, മാമോദിസ കൂദാശയെക്കുറിച്ച്? പിശാചിനെ അതൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ശരിക്കും ഈ ഇതെല്ലാം ബൈ വേർഡായിട്ട് അച്ഛൻ ചോദിക്കുന്നു, പിന്നെ ജ്ഞാനസ്നാനം മാതാപിതാക്കൾ പറയുന്നു. ഒന്ന് പൂർണ്ണ ബോധ്യമില്ല പറയുന്നത്, ഉത്തരം കൊടുക്കുന്നത്. 2 വേണ്ടത്ര ആത്മീയ ഒരുക്കമില്ലാതെ തന്നെയാണ് തലോട്ടപ്പനും വരുന്നത്. കുമ്പസാരമില്ല, കൂദാശയില്ല, ഒന്നുമില്ല. ഇതൊരു ചടങ്ങ് പോലെ. പിന്നെ മൂന്നാമതായിട്ട് ഇന്നത്തെ ഒരു ട്രെൻഡ്, ഇന്നത്തെ ഒരു രീതി പ്രകാരം പറയുവാണെങ്കിൽ ഫംഗ്ഷൻ എപ്പോഴാണ് വീട്ടിൽ, അല്ലെ ഫംഗ്ഷൻ എപ്പോഴാണ് ഓഡിറ്റോറിയത്തിൽ ആൾക്കാർ ചോദിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത്. ഏത് പള്ളിയിലെ മാമോദിസ എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമോദിസ എന്ന കൂദാശയുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയുടെ പവിത്രത, അമൂല്യത എന്താണോ സ്വർഗം അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ സത്ത നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് അത് നിലനിന്നുകൊണ്ട് നമ്മൾ ആ ഒരു കൂദാശ നടത്തുമ്പോഴാണ് ശരിക്കും ഈ സാത്താൻ്റെ ഒരു ആധിപത്യം തകർന്നു. ഞാൻ പലപ്പോഴും ഈ അടുത്ത കാലത്ത് ഒരു മാമോദിസ കൊടുത്തപ്പോൾ കർത്താവ് തന്ന ഈ ബോധ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ മനസ്സിൽ നമ്മൾ വെച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടത്തിയപ്പോൾ ഞാൻ ശരിക്കും കണ്ടു സാത്താൻ്റെ ആ ഒരു ആധിപത്യം ആ മാമോദിസ കൂദാശയിലോട്ട് വിട്ടുപോകുന്നു. അതുപോലെ ഈ മാമോദിസയ്ക്കകത്ത് ഇങ്ങനെ ഒരു കിരീടം വെക്കുന്ന ചടങ്ങുണ്ട്. ഈ സിറിയൻ റൈറ്റുകളെല്ലാം, ഓറിയൻ്റൽ റൈറ്റുകളെല്ലാം ഉണ്ട്, പൗരസ്ത്യ സഹോദരെല്ലാം റൈറ്റിലുണ്ട്. അപ്പം ഈ കിരീടം വെക്കുന്ന ചടങ്ങിൽ ഞാനിങ്ങനെ ഒരു കൊച്ചിന് കർത്താവ് മഹത്വത്തിൻ്റെ കിരീടം നിന്നെ അണിയിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തപ്പോൾ ശരിക്കും ഈശോ വന്നൊരു കിരീടം വെക്കുന്ന പോലെ ഒരു വിഷൻ കർത്താവ് കാണിച്ചു തരികയുണ്ടായി. അപ്പം നമ്മൾ അച്ഛൻ പറഞ്ഞു വരുന്നത് അതുപോലെ നമ്മൾ ഒരുക്കത്തോടുകൂടി ഒരുങ്ങി വരണം. നോയമ്പ്, ഉപവാസം, പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തങ്ങളെല്ലാം ചെയ്ത് നമ്മൾ അതുപോലെ ഒരുങ്ങി വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു വിടുതൽ കിട്ടുന്നത്. പലപ്പോഴും തിരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ തലവട്ടപ്പനും എന്താ പറയുന്നത്, അത്ര നല്ലൊരു വിശുദ്ധമായ ജീവിതമല്ലാതെയും അത്ര ആഴമേറിയ വിശ്വാസമില്ലാതെയും അത്ര ആഴമേറിയ ആത്മീയ ബോധ്യങ്ങളില്ലാതെയും വെറുതെ ഒരു ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ആരാ തലവട്ടപ്പം എന്ന് ചോദിക്കുമ്പോൾ അന്നേരമാണ് തപ്പുന്നത് പള്ളിക്കകത്ത്.
ഒരാളെ പിടിച്ചുകൊണ്ട് വരും. അച്ഛൻ ഇങ്ങനെയാണ് തലയോട്ടപ്പെടുന്നു പറയും. ചിലപ്പോഴൊക്കെ ജ്ഞാനസ്നാന മാതാപിതാക്കളാകാനേ ആ ചടങ്ങിന് മുമ്പ് അച്ഛൻ ചോദിക്കും, ആരായി കൊച്ചിൻ്റെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ? അന്നേരം തപ്പുന്നത് പൗലോസ് ഇഞ്ചെ, മേരി ഇഞ്ചെ, തോമ ഇഞ്ചെ, കുര്യൻ ഇഞ്ചെ എന്നൊക്കെ തപ്പുന്നത്. പിന്നെ ചില പള്ളികളിലൊക്കെ നേരത്തെ തന്നെ പറയും, തലയോട്ടപ്പനാകാനുള്ള കത്തുമായിട്ട് ഇങ്ങോട്ട് വരണം, അടുത്ത വികാരിച്ചനെ കത്ത് വാങ്ങിച്ചോട് വന്നാലേ അനുവദിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ അനുവദിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം ഇതാണ്. ഇങ്ങനെയൊക്കെ ചില ആധ്യാത്മികപരമായ ഉൾക്കാഴ്ചകൾ, ഉൾബോധ്യങ്ങൾ സഭയ്ക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം അതുപോലെ നമ്മൾ ഒരുങ്ങി വന്നു കഴിയുമ്പോഴാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കുള്ളത്? ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഇവരെ തലയോട്ടപ്പനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യം കഴിഞ്ഞു, നമ്മുടെ റോളം കഴിഞ്ഞു, പിന്നെ എങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കൊച്ച് വളർന്നു വരുമ്പോൾ ആ കൊച്ചിൻ്റെ ജീവിതത്തെ മുഴുവൻ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയല്ല, ആ തലയോട്ടപ്പനെയാണ്, ജ്ഞാനസ്നാന മാതാപിതാക്കൾ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവരെ നിർത്തേണ്ട കാര്യമില്ല. അപ്പം ഈ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും, എല്ലാ പാപത്തിൻ്റെ ചായ്വുകളിൽ നിന്നും, എല്ലാവിധ സ്വാധീന മേഖലകളിൽ നിന്ന് പരിപൂർണമായിട്ട് ഒരു വ്യക്തിക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ജ്ഞാനസ്നാന മാതാപിതാക്കൾ അത്ര അധികമായിട്ട് ഒരുങ്ങി. ഇപ്പം അന്ന ജോവാക്യൻ ദമ്പതിമാർ, ഈ അന്ന ജോവാക്യൻ ദമ്പതിമാർക്ക് മക്കളില്ലാതിരുന്നു, അവർ വന്ധ്യരായിരുന്നു. അങ്ങനെ ദീർഘനാൾ വന്ധ്യത കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥന നിരന്തരമായിട്ട് മുഴുകി ജീവിച്ചിരുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് എത്രത്തോളം ദേവാലയത്തോട് അടുത്ത് നിന്ന്, മദ്ബഹയോട് അല്ലെങ്കിൽ ഹോളി ഓഫ് ഹോളി ഈ സ്ഥലത്തോട് അടുത്ത് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അത്രത്തോളം പരമാവധി ദേവാലയത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്ധ്യത എന്ന് പറയുന്ന ഒരു കാര്യം ശാപമായിട്ടും അപമാനമായിട്ടും നാണക്കേടായിട്ടും കണക്കാക്കിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ മറ്റുള്ളവർ പറയുന്നതും അവരുടെ നോട്ടങ്ങളും അവരുടെ പാഴ്വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് സ്വർഗത്തു നിന്ന് പ്രകാശമുണ്ടായി, അരുളപ്പാടുണ്ടായി, സ്വർഗത്തിൽ നിന്ന് ദൈവിക ഇടപെടലുണ്ടായി. അന്നാമ്മയ്ക്കും ജവായ്ക്കും മിങ്ങും ആരുണ്ടാകുന്നത്? കുഞ്ഞുമേരി ജനിക്കുന്നത്, മറിയം ജനിക്കുന്നത്. അതാണ് പുരുഷ സ്ത്രീ സംയോഗം കൂടാതെ, സമ്പർക്കം കൂടാതെ ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ആ പാപമില്ലാതെ, കറയില്ലാതെ, കളങ്കമില്ലാതെ ജീവിച്ച ആ നിമിഷത്തിലേക്കാണ് നമ്മൾ അമലോത്ഭവത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പം അത്രത്തോളം നമ്മൾ ആത്മീയപരമായിട്ട്, മാനസികപരമായിട്ട്, ശാരീരികപരമായിട്ട് നമ്മുടെ ഹൃദയവും മനസ്സും കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി ഒരുങ്ങി ജീവിക്കുമ്പോഴാണ് നമ്മുടെ അമലോത്ഭവ മാതാവിനോടുള്ള ആ ഒരു പ്രതിഷ്ഠയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ കടന്നു വരികയുള്ളൂ. അവിടെയാണ് സാത്താൻ്റെ തല തകരുന്നത്. അവിടെ ശരിക്കും എന്തു പറ്റും? ആ പുരാതന സർപ്പത്തിൻ്റെ തല തകരും. അവിടെ ഈ പറയുന്ന പോലെ അങ്ങനെ അതുപോലെ ഈ സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന പ്രക്രിയയൊക്കെ ഒരു ദൈവികമായ പ്രക്രിയയാണ്. ഈ ദൈവികമായ പ്രക്രിയ അല്ലാതെ വരുമ്പോൾ എന്തു പറ്റും? ദൈവികമായ പ്രക്രിയ അല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും? അവൻ ജഡികനായിട്ട് ജീവിക്കും. യോഹന്നാൻസ്ലീഹയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൽ ജനിക്കുന്ന ആത്മാവും ജഡത്തിൽ ജനിക്കുന്നത് ജഡവും ആണെന്ന് പറയുന്നത്. പാപത്തിൽ മുഴുകി, മ്ലേച്ഛതയും മുഴുകി, അശുദ്ധിയും മുഴുകി, ദാമ്പത്യ ബന്ധം, ദാമ്പത്യ കർമ്മം, ഒരു എന്താ പറയുക, ലോകസുഖ ജഡിക മോഹങ്ങളിൽ മുഴുകി അതിൽ തഴക്കം വന്ന് ജീവിക്കുന്ന ദമ്പതിമാർ ജന്മം കൊടുക്കുന്ന ഒരു ശിശുവിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ആ ശിശു ശരിക്കും പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൻ്റെ അടിമയാണ്. ഈ ഒരു അടിമത്തം തകരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ അടിമത്തത്തിൽ നിന്ന് പരിപൂർണമായി വിടുതൽ കിട്ടണമെങ്കിൽ അത്ര അധികമായിട്ട് നമ്മൾ ആത്മീയമായിട്ട്, മാനസികമായിട്ട് ഒക്കെ, ശാരീരികമായിട്ടൊക്കെ നമ്മൾ പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സും പൂർണ്ണ ഹൃദയവും തമ്പുരാന് കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ സമർപ്പിക്കുമ്പോഴൊക്കെയാണ് സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മൾ ഈ പ്രതിഷ്ഠയെല്ലാം നടത്തുമ്പോഴും
നമുക്കതിൻ്റെ പൂർണ്ണത വരാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുന്നില്ല, പരിത്യജിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരിത്യജിക്കുന്നില്ല. ലോകത്തെ ഏത് വിശുദ്ധരുടെ ജീവചരിത്രം എടുത്ത് നോക്കിയാലും കണ്ട് അവർ പരിത്യജിച്ചു. ലോകത്തിലുള്ള വസ്തുക്കൾ, വ്യക്തികൾ, സൗകര്യങ്ങൾ എല്ലാം അവർ പൂർണ്ണമായിട്ട് പരിത്യജിച്ചു. അവർ പൂർണ്ണമായിട്ട് അതെല്ലാം കട്ടാണ്ടായിട്ട് ഉപേക്ഷിച്ചു. ആ ഒരു ഉപേക്ഷ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തിടത്തോളം കാലം എത്ര ധ്യാനം കൂടിയാലും, ധ്യാനം നടത്തിയാലും, എത്ര സമർപ്പണം നടത്തിയാലും എന്ത് പറ്റും, ഇതിൻ്റെ ഫലം നമ്മൾ വരികയില്ല. പലരെയും അച്ഛൻ കണ്ടിട്ടുണ്ട്. ഉപേക്ഷിക്കുക, എളിമപ്പെടാൻ പറ്റുന്നില്ല. മനസ്സിൻ്റെ എളിമ, ഹൃദയത്തിൻ്റെ എളിമ, ബുദ്ധിയുടെ എളിമ, ചിന്തയുടെ എളിമ, നടപ്പിൻ്റെ എളിമ, സ്വരത്തിൻ്റെ എളിമ, കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ എളിമ, ജോലിയുടെ എളിമ, ഇങ്ങനെ എളിമയുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതാ കർത്താവിൻ്റെ ദാസൻ നിന്റെ ഹിതം ഇനി നിറവേറട്ടെന്ന് പറയുമ്പോൾ പൂർണ്ണ ഹൃദയവും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സുമായിട്ട് ആ കാലഘട്ടത്തിലെ എല്ലാ ചലഞ്ചസിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ആ ചലഞ്ചസിനെ മുഴുവൻ വെല്ലുവിളികളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അവിടെ ആ ഒരു കാര്യത്തിന് വേണ്ടി സമൂഹം എന്നെ കല്ലെറിയോ അല്ലെങ്കിൽ വ്യഭിചാരി എന്ന വഴി പിഴച്ചോളെന്നൊക്കെ നമ്മൾ എന്നെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു വലിയ കുരിശ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ യെസ് എന്ന് പറഞ്ഞ ഉത്തരം അവിടെ കൊടുത്തത്. ആ ഒരു ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പതുപോലെ ഇങ്ങനെ വരുന്നു, പതുപോലെ ഇങ്ങനെ പോകുന്നു, പതുപോലെ ഇങ്ങനെ 33 ദിവസം ഇങ്ങനെ ആ പുസ്തകത്തിൽ എഴുതി വെച്ചാലും വായിക്കുന്നു, പതുപോലെ അടച്ചു വെക്കുന്നു, പിന്നെ പതുപോലെ 33-ാം ദിവസം പ്രതിഷ്ഠ നടത്തുന്നു, അതവിടെ മടക്കി വെക്കുന്നു, പിന്നെ വീണ്ടും പതുപോലെ ഇങ്ങനെ പോകുന്നു, പിന്നെ ഇതുപോലെ ഉത്തിരിയ സഖ്യോ ജഗമാല സഖ്യോ അതിനകത്തൊക്കെ ഒന്ന് പോകുന്നു, തല കാണിക്കുന്നു, ബന്ദിങ്ങി ഉണ്ടാക്കുന്നു, കൊന്തയുണ്ടാക്കുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു മാത്രം. നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ടാകാം, ശുശ്രൂഷ ചെയ്യുന്നുണ്ടാകാം, നമ്മൾ സഹായിക്കുന്നുണ്ടാകാം, ഇതുപോലെ സമയമൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഭക്തസംഘങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടാകാം. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, പൂർണ്ണ ഹൃദയവും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സും കൊടുക്കുകയും തമ്പുരാന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാത്തിടത്തോളം കാലം അതിൻ്റെ പൂർണ്ണമയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ആ പ്രതിഷ്ഠയുടെ ഫലം നമുക്ക് കിട്ടുകയില്ല. എന്നോട് ഇങ്ങനെ മാർട്ടിൻ്റെ പറഞ്ഞായിരുന്നു 12 കഴിഞ്ഞൊരു സമയമുണ്ട്, 9 തൊട്ട് ഒരു സമയമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം ഇതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ ഓടിപ്പിടിച്ച് വന്നത്. എനിക്ക് തീർത്തും വയ്യ, കാരണം ഞാനൊരു തമിഴ്നാട്ടിൽ 1-2 സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്ത് നല്ല ക്ഷീണാധിക്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം തൊണ്ടയ്ക്കൊക്കെ നല്ല വേദനയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത്, ഞാൻ അതുകൊണ്ട് കാര്യമായിട്ട് വിശദമായിട്ട് നമ്മൾ പരത്തി അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഒരു ഷോർട്ടായിട്ടുള്ള ചില കാര്യം, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാതലായിട്ടുള്ള ചില ആശയങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോഴും അമലോത്ഭവം, ഈ ശരിക്കും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി എങ്ങനെ ഇട്ടേക്കുന്നത്. ശരിക്കും ദൈവമാതാവിൻ്റെ അമലോത്ഭവ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് വേണം നമ്മൾ ശരിക്കും ഇടാനായിട്ട്. ഈ ഡിസംബർ മാസം നമ്മൾ 2 ധ്യാനമാണ് നടത്തുന്നത്. എങ്കിൽ തന്നെയും നമ്മളൊരു ഡിസംബർ മാസം നടത്തുമ്പോഴൊക്കെ മാതാവിൻ്റെ അമലോത്ഭവ ധ്യാനം. അപ്പോൾ മാതാവിൻ്റെ അമലോത്ഭവത്തെ നമ്മളൊരു അൽഫോൺസ് ലീ ഒരു പുണ്യാളൻ, ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ, അതുപോലെ തന്നെ വിശുദ്ധ ബോണവന്തര പുണ്യാളൻ, ഇങ്ങനെയുള്ള വിശുദ്ധരെല്ലാവരും, മാക്സിമിലിയൻ ഗോൾബ, ഇവരെല്ലാം ധാരാളമായിട്ട് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. മാതാവിൻ്റെ അമലോത്ഭവത്വം, ഈ മാതാവിൻ്റെ അമലോത്ഭവത്തെ നമ്മൾ ഒരുപാട് പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എല്ലാ തിന്മയുടെ ശക്തികളും അന്ധകാര ശക്തികളും പൈശാചി ശക്തികളൊക്കെ വിട്ടുപോകാൻ കാണാൻ സാധിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഫൗസീനയുടെ ഡയറിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന ഞാൻ ചെല്ലാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ലൂസിഫറിനെ നേരിട്ട് കാണാൻ പറ്റി. അതൊക്കെ ഒരു അല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നും ചിലർ ഇതൊക്കെ മായയാണ്, ഇതൊന്നും ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ശരിക്കും
ഇതിൻ്റെ ആ മരീൻ ആധ്യാത്മയുടെ കാതലായ കാര്യങ്ങളൊക്കെ നമ്മൾ കടന്ന് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട് എല്ലാ കാര്യം. പക്ഷേ കാതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. ഒരുപാട് മരിയൻ ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നത് കൊണ്ടും അല്ല കാര്യം. പക്ഷേ നമ്മൾ കാതലായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാതലായ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അത് സംശീകരിച്ചെടുക്കുകയും ആ സംശീകരിച്ചെടുത്തനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ അമ്മയുടെ ആ ഒരു പ്രത്യേകമായ സംരക്ഷണം, ആ വാത്സല്യം നമുക്കെപ്പോഴും അനുഭവപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സാധാ മനുഷ്യരെ പോലെ ഇങ്ങനെ എവിടെല്ലാം മരിയൻ ധ്യാനങ്ങളുണ്ടോ എല്ലാം കൂടി പോകുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ മാറും. ഫലത്തിൽ അല്ലേ ഒരു മനുഷ്യനോട് പറയാം, എൻ്റെ ഞാൻ 105 ധ്യാനം കൂടിയിരുന്നു, 105 ധ്യാനം കൂടിയിട്ട് എൻ്റെ ജീവിതത്തെ പ്രശ്നമൊന്നും തീർന്നില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എപ്പോഴും വഴുതി പോകാറുണ്ട്. പക്ഷേ അവിടെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ പരിശുദ്ധ അമ്മയുടെ ആ ഒരു എന്താ പറയുക ആത്മീയ ഒരുക്കം, ആ ഒരു മാനസിക ഒരുക്കം, അതുപോലെ തന്നെ അവൾ ദൈവത്തിന് സമർപ്പിച്ച പോലെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധ പരമേന്ദ്ര പുണ്യാളൻ്റെ മരിയൻ സങ്കീർത്തനം ആ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. 14 സങ്കീർത്തനം, 160ഓളം സങ്കീർത്തനങ്ങൾ ബണവന്തര പുണ്യാളൻ എഴുതിയിട്ടുണ്ട്, 160 സങ്കീർത്തനം. അപ്പോൾ അതിനകത്ത് ബണവന്തര പുണ്യാളൻ ഇപ്രകാരമാണ് 14 സങ്കീർത്തനത്തിൽ പറയുന്നത്: ഓ നാഥേ, ദൈവത്തിൻ്റെ സക്രാരിൽ ആര് വസിക്കും? ദൈവത്തിൻ്റെ സക്രാരിയിൽ, ഓ നാഥേ, ഓ പരിശുദ്ധ അമ്മേ, ദൈവത്തിൻ്റെ സക്രാരിയിൽ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? ഞങ്ങളുടെ നേതാവിൻ്റെ കൂടെ ആര് വിശ്രമിക്കും? അതിന് കൃത്യമായിട്ട് ഉത്തരവും ഗുണവന്തര പുണ്യാളം പറയുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ 1, 2 ഹൃദയത്തിൽ ശുദ്ധതയുള്ളവരും, 3 സമാധാനപ്രിയരും, 4 സൗമ്യതയുള്ളവരും, 5 നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ വിലപിക്കുന്നവരും. എലീശാമയെ പോലെ, അന്നാമയെ പോലെ ദൈവസന്നിധിയിൽ വിലപിച്ചുകൊണ്ട് ദൈവത്തെ മൗത്യപ്പെടുത്തി, അല്ലെങ്കിൽ യാകുലയ മാതാവ് ഒരു വിലാപത്തിൻ്റെ ജീവിതം അമ്മ നയിക്കുന്നുണ്ട് ഈ മംഗളവാർത്ത കിട്ടിയ സമയം മുതൽ. അപ്പം ആ വിലാപത്തിൻ്റെ ജീവിതം നയിച്ചതുപോലെ ഈ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവരും, ലോകത്തിലുള്ള വസ്തുക്കളെയും വ്യക്തികളെല്ലാം പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ നിന്നെല്ലാം നമ്മൾ എടുത്തു കളയണം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്ത് പ്രയോജനം? കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ. ധനവാൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. വീണ്ടും സമ്പത്ത് എന്താണ്? അമിത സമ്പത്ത് എന്താണ്? കുമിഞ്ഞ് കൊന്നുകൂടുന്നത് ഒരുവൻ്റെ നിത്യരക്ഷയ്ക്ക് വിഘാതമായിട്ട് നിൽക്കും, തടസ്സമായിട്ട് നിൽക്കും. അപ്പം അതുകൊണ്ട് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യം, ഹൃദയത്തിൽ ശുദ്ധർ. നമ്മൾ ഒരുപാട് ധ്യാനങ്ങൾ നടത്തും കൂടുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വക്രത നിങ്ങൾ കണ്ടിട്ടുണ്ട്? അങ്ങനെ ആൾക്കാരെ നിങ്ങൾക്കറിയാം വക്രതയുള്ളവർ, അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ കുടിലബുദ്ധി, പിശാചിൻ്റെ കുടിലബുദ്ധിയുള്ളവരുണ്ട്. ഈ കുടിലബുദ്ധിയുള്ളവരും ഹൃദയത്തിൽ വക്രതയുള്ളവരൊന്നും നമ്മൾ എന്തേരം എഴുതിയാലും, എന്തേരം പ്രസംഗിച്ചാലും, എന്തേരം പ്രാർത്ഥിച്ചാലും, എന്തെല്ലാം നേതൃത്വ പാഠവങ്ങൾ, നമ്മൾ ആത്മീയ നേതൃത്വ പാഠവങ്ങൾ, നമ്മൾ സ്വത്ത സംഘടനകളെല്ലാം നമ്മൾ പ്രകടിപ്പിച്ചാലും, എത്ര സർവീസ് മൈൻഡർ ആണെങ്കിൽ തന്നെയും ഈ ഹൃദയത്തിൽ വക്രതയുണ്ടെങ്കിൽ ഒരിക്കലും കിളച്ചു പിടിക്കില്ല. അതുപോലെ സൗമ്യത ഇല്ലാത്തവരും. യഥാർത്ഥ മരീഭക്തിയുടെ ആത്യന്തികമായ ലക്ഷണം സൗമ്യതയാണ്. ഈ സൗമ്യത, എളിമ, വിനയം ഇതൊന്നുമില്ലെങ്കിൽ യാതൊരു കാര്യമില്ല മക്കളെ. വെറുതെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ, ഓ എൻ്റെ അമ്മ മാതാവേ, ഞങ്ങൾ എത്രയോ തവണ വല്ലാർപാടത്ത് വന്നിട്ടുണ്ട്, എത്രയോ ധ്യാനം കൂടിയിട്ടുണ്ട്, എത്രയോ തവണ ഈ തോമസ് ബ്രദറിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാട്ടിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വാനങ്കിപ്പതാൻ്റെ കയ്യൊപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകില്ലേ മുകളിലോട്ട്? അമ്മ പറയും, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയും.
കാരണം ഇതാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ വക്രത നമ്മൾ കളഞ്ഞിട്ടില്ലെങ്കിൽ, ഹൃദയത്തിൻ്റെ ആ ബുദ്ധിയുടെ ചിന്താഗതിയിലെ മനോഭാവത്തിലെ കൗടില്യം നമ്മൾ കളഞ്ഞിട്ടില്ല. സാത്താൻ പിശാച് കുടിലതന്ത്രനാന്ന് പറയുന്നത്, കുടിലതന്ത്രക്കാനാണ് പറയുന്നത്. അപ്പം കുടില ബുദ്ധി, ദൈവമേ കുടില ബുദ്ധിക്കാർ നിശേഷം തകർത്ത് കളയണമെന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുപോലെ സൗമ്യത ഇല്ലാത്തവർ ഒരുപാട് ഞാൻ ഈ അടുത്ത സമയത്ത് എന്നോടൊരു കാര്യം ഒരു വീട്ടുകാർ പറഞ്ഞതാണ്. അതായത് എൻ്റെ അമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര പ്രാർത്ഥന, പള്ളിയിൽ മാതൃസംഘത്തിൽ ഭയങ്കര പ്രാർത്ഥന, പിന്നെ പ്രാർത്ഥനാ കൂട്ടായ്മ ഭയങ്കര പ്രാർത്ഥന, യൂണിറ്റി ഭയങ്കര പ്രാർത്ഥന, പക്ഷേ വീട്ടിൽ ഭയങ്കര അടിയാന്ന് പറഞ്ഞു. മക്കളുമായിട്ട് ചേരിയില്ല, മരുമകളുമായിട്ട് ചേരിയില്ല, ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, ഒരുപാട് പ്രാർത്ഥന നിൽക്കുന്നവരുടെല്ലാം ജീവിത രീതി എടുത്തു നോക്കുമ്പോൾ പള്ളിയിൽ നല്ലൊരു ഫേസ് വാഷ് ചെയ്ത പോലെ, ഫെയർ ആൻഡ് ലവ്ലിയും കേട്ട് ഫേസ് വാഷ് ചെയ്ത പോലെയും അടുക്കളയിൽ കരിക്കട്ട തേച്ച പോലെ ആയിരിക്കുന്നത്, വീട്ടിനകത്ത് കരിക്കട്ട തേച്ച പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അകത്ത് കറുപ്പും പുറമെ വെണ്മയുമാണ്. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതമായിട്ട് നമ്മുടെ യഥാർത്ഥ ജീവിതമായിട്ട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ അവിടേക്ക് കാര്യമായ പെശകുകൾ ഉണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. അതുപോലെ സമാധാനപ്രിയർ, പിന്നെ വിലപിക്കുന്നവരും. വിശുദ്ധനായ അൽഫോൻസ് ലിഗോരിപ്പുണ്യാളൻ ഈ മരിക്കുന്നോടം വരെ കർത്താവെ ഞാൻ പാപിയാണ്, കർത്താവെ ഞാൻ പാപിയാണ്, ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ നരകത്തിൽ പോകാൻ യോഗ്യതയുള്ളവനാണ്, അങ്ങനെ പറഞ്ഞ് ആ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ ദൈവസാന്നിധ്യത്തിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിക്കാത്ത അവസ്ഥയെക്കുറിച്ച് ധ്യാനിച്ച ലിഗോരിപ്പുണ്യാളൻ പറയുമായിരുന്നു, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. ഇപ്പോൾ എത്ര ആഴമേറിയ അനുഭവം ഉണ്ടായാലും ആത്മീയ സമ്പത്ത് നമ്മൾ നേടിയാലും ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ് ചിന്ത നമ്മളിലില്ലെങ്കിൽ, അത് എളിമ കൊണ്ട്, വിനയം കൊണ്ട്, അഹങ്കാരം കൊണ്ടല്ല, ആ ഒരു ചിന്ത നമുക്കില്ലെങ്കിൽ നമ്മുടെ ഈ ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടൊന്നും യാതൊരുവിധ പ്രയോജനം ഇല്ലെന്ന് നമ്മളെപ്പോഴും ഓർക്കുക. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വളരെ ഷോർട്ട് സമയമാണെങ്കിലും ഹ്രസ്വമായ സമയമാണെങ്കിലും 3 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യം കർത്താവ് നിങ്ങൾക്ക് ഈ സമയത്തോട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനായിട്ട് ഒന്നും തന്നെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി എനിക്ക് കൊണ്ടുവന്നത്, പക്ഷേ ഇതിനകത്തുനിന്ന് മാതാവ് തുറപ്പിച്ചില്ല. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അമ്മ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അമലോത്സവ തിരുനാളിലും അമ്മയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ ദേവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.